നല്ല രീതിയിൽ കല്യാണം നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പം നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇവർക്കത് നടക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇവർ പറയാന്ന് പറയുന്നത്. ആ വസ്തു നല്ല രീതിയിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാലേ ഇവർക്ക് ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതൊന്നും കാണാതെ ആയിരുന്നോ ഈ വാക്കുറപ്പീരും എൻഗേജ്മെൻറ്റും എല്ലാം? നമ്മൾ ഓൾറെഡി ഇതിനെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ ഒരു കല്യാണ ഫോട്ടോസ് എനിക്ക് കണ്ടിട്ട് ഈ പറയുന്ന പയ്യന് പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. സ്ത്രീധനം വേണം, അല്ലെങ്കിൽ എനിക്ക് വസ്തു വേണം, അങ്ങനെയുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അവൻ സ്നേഹിച്ചത് ആ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ആ ഒരു പെണ്ണിനായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. അതായത് എനിക്കൊന്ന് പറയാം, അറേഞ്ച് മാരേജിൽ എങ്ങാണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഡൗറിയോ ഒന്നും ഇല്ലാതെ തന്നെ ആ പയ്യൻ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാനായിട്ട് റെഡിയായിരുന്നു. എന്തായാലും അവരുടെ കല്യാണം ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ ഇനി എന്തായിരിക്കും ഇനി ഇവർ വന്ന് സംസാരിക്കുന്നതാണ് ആൾക്കാരെല്ലാവരും കൂടെ നോക്കിയിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് കമൻസ് വയ്ക്കാം, ആ കമൻസ് നമുക്കൊന്ന് വായിക്കാം. ആരും പേടിക്കണ്ട, ഇതാ അമ്മച്ചിക്കുള്ള ന്യൂ കണ്ടന്റ് ആണ്. ഫസ്റ്റ് തന്നെ മോളെ വീഡിയോയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള കളി. ഇനി കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ഇനി ആരും വിശ്വസിക്കില്ല. വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് കരുതണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. ഈ കമൻസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പറയും അയ്യോ മോള് പോയി, ഓറൽസ് ഫുൾ ആ അമ്മച്ചിയുടെ നാടകമാണ് മോൾ ഇറങ്ങി പോകാൻ വേണ്ടി. മകളെ എൻഗേജ്മെന്റ് നടത്തിയ ആളുകളെ പറ്റിക്കും, എന്നിട്ട് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും, എന്നിട്ട് അത് കണ്ടന്റ് ആക്കി റീച്ച് കൂട്ടി പണം ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ബെസ്റ്റ് ഫാമിലി. എനിവേ നിങ്ങൾക്ക് വിവാഹ ആശംസകൾ. ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ആണ് നിലവിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. എന്തായാലും ഇതിന് സത്യം എന്താണെന്ന് അറിയത്തില്ല. ഇനി അവർ തന്നെ അത് വന്നിട്ട് പറയട്ടെ. എന്തായാലും ഇത് കണ്ടന്റ് ആയിട്ടാണോ, ഇനി അവരുടെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്നൊക്കെ അവരാണ് വന്ന് പറയേണ്ടത്. നമ്മളായിട്ട് ആധികാരികമായിട്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മേ ബി ഇതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുമായിരിക്കും. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.